നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ മതാചാരങ്ങളെ എന്ന് പറയുമ്പോൾ ഹിന്ദുവാകാം, മുസ്ലിമാകാം, അല്ലെങ്കിൽ ക്രൈസ്തവരാകാം. അന്നേരം ഇവരെല്ലാം നമ്മൾ മതേതര ഇന്ത്യയാണ് നമ്മളുടേത്, ഭാരതം. അന്നേരം ആ ഭാരതഭൂമിയിൽ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ അല്ലെങ്കിൽ ഹൈന്ദവനെന്നോ തമ്മിൽ ഒരു തെറ്റിദ്ധാരണ ഉളവാക്കണ ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ പരിപൂർണമായിട്ട് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നല്ലൊരു ഇസ്ലാം നിഷ്ഠയുള്ള വിശ്വാസി അന്യന് ദ്രോഹം ചെയ്യുകയില്ല. അതേപോലെ ഒരു ക്രൈസ്തവ വിശ്വാസി അന്യന് ദ്രോഹം ചെയ്യുകയില്ല. അതേപോലെ ഹൈന്ദവ വിശ്വാസിയും. ഇതാണ് ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിൽ നിന്ന് ഇതേപോലെയുള്ള നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി ഭാഗത്തെയൊക്കെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ മുസ്ലിം തീവ്രവാദികൾ അല്ലെങ്കിൽ ക്രൈസ്തവ തീവ്രവാദികൾ അല്ലെങ്കിൽ ഹൈന്ദവ തീവ്രവാദികൾ എന്നൊക്കെ വിശേഷിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉളവാക്കുന്നതാണ്. ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒന്നായി നിന്നുകൊണ്ട് വേണം ആചാര അനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കുവാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആർഷഭാരതത്തിൻ്റെ പുത്രരാണ് അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൻ്റെ ശ്രേഷ്ഠരാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കുറേയധികം സംസ്കൃത വാക്കുകളും അല്ലെങ്കിൽ പുരാണങ്ങളിലുള്ള ഗഹനമായ വിഷയങ്ങളെ പഠിച്ചതുകൊണ്ട് മാത്രം അവൻ ഹൈന്ദവനാകണില്ല. നിഷ്കളങ്കമായ ഭക്തിയാണ് വേണ്ടുന്നത്. നിഷ്കളങ്കമായിട്ടുള്ള പ്രേമഭാവനയായിരിക്കണം ഉളവാകേണ്ടുന്നത്. ആ നിഷ്കളങ്ക ഭക്തിയും പ്രേമവും അത് സകല ജീവജാലങ്ങളിലും കാരുണ്യഭാവത്തെ നേടിയെടുക്കേണ്ടുന്നതാണ്. ഇത് മനസ്സിലാക്കാതെയാണ് അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പിറകെ നമ്മുടെ മനുഷ്യർ നെട്ടോട്ടമോടുന്നത്. ഇതേപോലെയുള്ള അനാചാരങ്ങളെ ഒരിക്കലും നമ്മൾ വിലയിരുത്തരുത് അല്ലെങ്കിൽ വളർത്തരുത്. കാരണം ഇതെല്ലാം ദൂഷ്യവശമാണ്, കലികാല യുഗമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയ ഒന്നാണ്. കാരണം കലികാലത്തിൽ ഇതല്ല, ഇതിനേക്കാളും വലുതായിട്ടുള്ള കർമ്മങ്ങൾ വന്നു ചേരുമെന്ന് ശ്രീമദ് ഭാഗവതം ഉദ്ഘോഷിക്കുന്നുണ്ട്. അന്നേരം മതതീവ്രവാദം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നല്ല. നമ്മളെപ്പോലെ മറ്റൊരുവനെയും കാണുവാൻ പഠിക്കുക. അതാണ് നമ്മുടെ ആചാരം പറഞ്ഞു തരുന്ന